ഞാൻ കാക്കനോട് ചോദിച്ചു, സ്വന്തം പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കുന്ന പരിപാടി എടുക്കരുത്. കാരണം ഞാൻ നിങ്ങൾ അങ്ങനെയും വിശ്വസിച്ച് നിങ്ങൾ അയാളെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ ഇനി ഞാൻ എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞു. അതിനെ പുരയിൽ പോയി നിന്ന് പിന്നെ അന്ന് നല്ലോണം വന്ന് എൻ്റെ അമ്മേനെ തല്ലുകയും ചെയ്തു. എൻ്റെ അമ്മേൻ്റെ നെഞ്ഞത്തൊക്കെ എൻ്റെ മാപ്പിള വന്ന് ചവിട്ടി എൻ്റെ മോളെടുത്ത് പോയി അവിടെ നിന്ന് പുരയെന്ന് കുറേ തല്ലിക്കുന്നു. അത് ഏലസ് എന്താ ഞാനത് നോക്കിയില്ല, കാരണം എനിക്ക് പേടിയായി. അത് എനിക്ക് ഓർമ്മ ഇപ്പോൾ അവിടെ ഉണ്ടോ അറിയില്ല. പുര പോയി തുറന്നു നോക്കണം. ഈ എൻ്റെ പുര, എൻ്റെ പൊന്നി വിറ്റ് വാങ്ങിയ പുരയിൽ ഭർത്താവ് നിൽക്കുന്ന പുരയിൽ ഞാനും ഭർത്താവ് നിൽക്കുന്ന കേട്ടോ. ഇമ്മച്ചിനെ ഞാൻ വിളിച്ച് വരുത്തിയ, കാരണം ഇങ്ങനെ തല്ലും കുത്തുമായിട്ട്. പിന്നല്ലേ ഇവർ തല്ലുന്ന ടൈമിൽ എനിക്ക് എൻ്റെ പേടിയാണ്. ഈ മോളെ വെച്ചിട്ട് എൻ്റെ 2 കൈയും തച്ചൊടിക്കുകയും അതുപോലെ കുറേ മർദ്ദിച്ചിരിക്കുന്നു. എന്നെ നല്ലോണം വേദന ആക്കിക്കുന്നു. ഷമീറിൻ്റെ ഈ പ്രകാശേട്ടനോട് ഈ ഇക്കാക്കനോട് അങ്ങോട്ട് പോയി സംസാരിച്ചതാ. നമ്മളെ വിഷയങ്ങൾ നാട്ടിൽ ഫുള്ളും പാട്ടാ. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് എൻ്റെ ഭർത്താവിനില്ല. ഇത് ഇയാളിങ്ങനെ നമ്മൾ ജീവിതത്തിൽ നടന്നൊക്കെ വള്ളിയും പുള്ളിയും തെറ്റാണ്ട് പറയുമ്പോൾ അങ്ങനെ വിചാരിച്ചോയ്ക്കും. ചിലപ്പോൾ നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ വെച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അയക്കും. പക്ഷെ അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ല. അതിനും അയാൾ വന്ന ഞാൻ പറഞ്ഞുതരാം. ഒരു വട്ടം ഉച്ചക്ക്, അല്ലാണ്ട് രാത്രി ഇക്കാക്കിൻ്റെ കൂടെ വന്നു. ഒറ്റയ്ക്ക് വന്നില്ല. ഒരു ദിവസം രാത്രി ഇക്കാക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഈ സംഭവം ഞങ്ങളോട് പറയാൻ എൻ്റെ മേത്ത് ബാധ ഉണ്ടെന്നൊക്കെ. എൻ്റെ മേത്ത് ഇത് ബാധയുള്ള ഒരു സ്വഭാവം ഞാൻ ഇതുവരെ എൻ്റെ പുരയെ കാട്ടിയില്ല. പിന്നെ എന്നെ തച്ചിട്ട് ഞാൻ പുരയിൽ നിന്ന് പോയിക്കുന്നു. കാരണം അങ്ങനെ ഒരു തലയൊക്കെ പിടിച്ച് ഇടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ബേക്ക് കൂടി ഇറങ്ങി ഓടിക്കുകയാണ് എനിക്ക് പേടിച്ചിട്ട്. എൻ്റെ പുരൻ്റെ അടുത്തുള്ളവരോട് വന്ന് ചോദിച്ചാൽ അറിയാം ഞങ്ങൾക്ക്. ദിവസം ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ പോയിട്ട് ഇപ്പോൾ 6 മാസം അതിൻ്റെ പുരയിൽ. പക്ഷേ ഇയാൾ പിന്നെയും വിളിച്ചിട്ടാണ് ഈ സംഭവം എനിക്ക് പറയണം. 1 വർഷം മുന്നൊന്നല്ല സംഭവം നടന്നത് ചോദിച്ചാൽ അതൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റൂല. കാരണം പൂജ പറഞ്ഞ ഇപ്പം നേരെ ഇയാൾ പറഞ്ഞിരിക്കുന്നു. 2 മാസം മുന്നേ ഇയാൾ ഞാൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇത് പറയണ്ടെന്ന് വെച്ചതിന്. പക്ഷേ ഇയാൾ വേറെ ഇടയ്ക്കോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് മേഡമൊക്കെ പറഞ്ഞ് ഇത് പറയണോന്ന്. ആ കാക്കനോട് വിളിച്ചിരുന്നു. അയാൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇത് ആരോടെങ്കിലും ഇല്ല നിർബന്ധിച്ചില്ല. പക്ഷേ ഇയാളിങ്ങനെ വിളിക്കുക ഇക്കാക്കൻ്റെ പേര്. അല്ല, ഇക്കാക്കൻ്റെ മേത്ത് ഇങ്ങനെ. ഇക്കാക്കൻ്റെ സംഭവം വേറൊരു പെണ്ണുമായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 കൊല്ലമായി. ഞാൻ 3ൻ്റെ അന്ന് പിടിച്ചിരിക്കുന്നു. അങ്ങനെ ഓളുമായിട്ടുള്ള വിഷയമാണ് ഞങ്ങളെ വിഷയത്തിൽ. എനിക്ക് ആളറിയൂല പറഞ്ഞു തരാൻ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഓളാണ്. എൻ്റെ 2 മക്കളെയും ജീവിതം തകർക്കുന്നത്. ഒരു മോളുണ്ട്. ഇതിൻ്റെ ഒരു മൂത്ത് 1 വയസ്സും ഒരാൾക്ക് 3.5 വയസ്സും. പക്ഷെ എനിക്ക് ആരുമില്ല. അങ്ങനെയല്ല കേട്ടോ, ഒന്ന് സഹായിക്കാൻ ആരുമില്ല. എനിക്കൊരു ജോലിയും ഇല്ല. ഞാൻ എൻ്റെ വീട്ടിലാണ്. ഇപ്പം ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഇത് മീഡിയയിലൊക്കെ വന്നുകൊണ്ട് ഇനിയിപ്പോൾ തറവാട്ട് കയറാൻ പറ്റുന്നുണ്ടാവില്ല. താഴോട്ട് പോകേണ്ടി വരും. അതാണ് പൊളിഞ്ഞടുക്കുകയാണ്. 2 മാസം എനിക്ക് റെഡിക്ക് പറയാൻ പറ്റാത്ത, എൻ്റെ ഫോൺ അറിഞ്ഞ് പൊട്ടിച്ചാഞ്ഞിക്കുന്നു. വന്ന് പറയാൻ പറ്റാത്ത എന്താ അറിയോ, 2 മാസം മുന്നേ ആയിരിക്കും അയാൾ വന്നത്. കാരണം ആയിരിക്കും. അല്ല കേട്ടോ, ഞാൻ 6 മാസം എനിക്ക് പറയാൻ അറിയില്ല. കാരണം ഞാൻ പുരയിലായിട്ട് ഇപ്പോൾ കുറേ ആയി. എൻ്റെ അമ്മച്ചിൻ്റെ അടുത്ത് വന്നിട്ട് ഇത് പേടിച്ചിട്ടാണ് വന്നത്. വിളിച്ചിരിക്കുന്നു. ഇയാളിങ്ങനെ പറഞ്ഞേ മോളെ ഇനിയും അത് ഞാൻ ഒത്തുകാണിയാണെന്ന് പറയുന്നത്. ഞാനും എൻ്റെ ഭർത്താവും ഉള്ള ബന്ധം ഒഴിവാക്കാൻ, എൻ്റെ ഭർത്താവിനെ ഒഴിവാക്കി 6 മാസം കഴിയുമ്പോഴേക്കും എനിക്ക് ആളെ പിടികിട്ടും. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ആളെ പിടികിട്ടണ്ട, ഓനെ നേരാക്കി കൊണ്ടുപോകാൻ എനിക്ക് അറിയാമെന്നും പറഞ്ഞു. ഇല്ല, അതിന് ഞാൻ നല്ലോണം വിളിച്ച് പറഞ്ഞിരിക്കുന്ന അയാളാ. അതിനൊന്നും എൻ്റെ അമ്മച്ചി ഒന്നും സമ്മതിക്കില്ല. എൻ്റെ ആങ്ങളമാരെയും വിളിച്ച് ഞാൻ പറഞ്ഞു കോഴിക്കോടേക്ക്. അപ്പോൾ ഇല്ല അങ്ങനെയൊന്നും സമ്മതിക്കുന്ന ഒരാളല്ല എൻ്റെ ഭർത്താവ്. ഇപ്പോൾ അയാൾ വരികയാണെങ്കിൽ തന്നെ തല്ലിയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇയാളെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്നും ഇല്ലായിരുന്നു. എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിന് ആരും ഇല്ലായിരുന്നു. ഇവരൊറ്റ മോനെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവരൊരു പെങ്ങൾ ഇതിൻ്റെ അടുക്ക് വന്നിട്ട്, എനിക്ക് പെങ്ങളാണെന്ന് പറഞ്ഞ് എനിക്കറിയില്ല, ഒരുത്തി വന്നിട്ട് എൻ്റെ പുരക്കാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തലും
ഞാൻ മോളെ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് അതിനെ വിളിച്ച് കുറച്ച് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓളെ കൊണ്ടുള്ള ഇടങ്ങറില്ല. ഓ ഉണ്ടായിരുന്നു. അത് എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം അയാൾ ഇങ്ങോട് പറഞ്ഞതാണ് മോക്ക് ഇങ്ങനെ എന്തോ ഇടങ്ങറുണ്ടായിട്ട്, മോക്ക് വയറ്റിലാണ്, മോക്ക് ഇങ്ങനെ എന്തോ ഇടങ്ങറുണ്ടായിട്ട് മോളെ എവിടെ കൊണ്ടുപോയതാണ്. എന്നോട് ഞമ്മനോടും പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോയതാണ്. പിന്നെ അയാൾ വയനാട്ടിൽ ചെയ്യാൻ പോകലുണ്ട്, പിന്നെ അടിവാരത്ത് ഏതോ പോരെ ചെയ്യലുണ്ട് എന്നൊക്കെ അയാൾ പറഞ്ഞതാണ്. തരിപ്പിലായിരിക്കും, കാരണം അന്ന് അയാളെ കണ്ണ് കണ്ടും ചോന്നെടുക്കുന്നുണ്ട്. അന്ന് വലിച്ചിക്കുന്നു, രണ്ടാളും വലിച്ചിക്കുന്നു. ലഹരി. ആ എനിക്ക് അയാളൊന്നും അറിയില്ല. ഞാൻ അയാളെ മദ്യവീഴ്ച ഇതുവരെ എൻ്റെ അടുത്തേക്ക് വന്നില്ല. ചെയ്തില്ല എന്ന് തന്നെ പറയണല്ലോ. ചെയ്യണ്ട് തോന്നുന്നു, അല്ലാണ്ട് എന്നെ അങ്ങനെ തല്ലൂലല്ലോ. എൻ്റെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ ഒരു സിഗരറ്റ് പോലും വലിക്കൂല. പ്രകാശം വന്നപ്പോൾ ഒരു എന്താ പറയുക, തരിപ്പന്മാർ കളിക്കുന്ന ഒരു കളിയില്ലേ, അതേപോലെ അയാൾ കളിക്കുന്നുണ്ട്.